ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായോ? അപ്പോൾ ഇത് മനസ്സിലാവാത്ത കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയൊക്കെ മേക്ക് ചെയ്യാന്നൊക്കെ ഉള്ളത് കറക്റ്റായിട്ട് കണ്ടാൽ മനസ്സിലാവാത്തവർക്ക് ബിഗിനേഴ്സിന് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ പേരാണ് പിലാക്കല്ല്. ഇത് നമുക്ക് കുട്ടികൾക്ക് അടിപൊളിയായിട്ട് ഹെയർ ബാൻഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് മേക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്, പിന്നെ ഇത് മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യാം, ഇത് ഞാൻ മെറ്റീരിയൽസ് എത്ര രൂപക്കാണ് സെയിൽ ചെയ്യുന്നത് എന്നൊക്കെയുള്ള കറക്റ്റ് വിവരങ്ങളുണ്ട്. ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇത് മേക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതിനു വേണ്ടി ഇതേപോലത്തെ ബ്ലാക്ക് കളറിലുള്ള സാറ്റൻ കവേർഡ് ഹെയർ ബാൻഡാണ് എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് ഫെൽറ്റ് ഷീറ്റാണ് കേട്ടോ. ഫെൽറ്റ് ഷീറ്റ് ഇതേപോലത്തെ റൗണ്ട് ഷേപ്പിലുള്ള ബ്ലാക്ക് കളറിലുള്ള ഫെൽറ്റ് ഷീറ്റും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തൊക്കെ മെറ്റീരിയൽസാണ് സെയിൽ ചെയ്യുന്നത് എന്നുള്ളത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. ഇപ്പോൾ ഇതാ ഫെൽറ്റ് ഷീറ്റ് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് രണ്ട് ഭാഗത്തും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മുഴുവനായും കട്ട് ചെയ്യരുത്, ശ്രദ്ധിച്ച് വേണം. ഭയങ്കര തിന്നാണ്, അപ്പം ചെറുങ്ങനെ ഒന്ന് കട്ട് ചെയ്യണം. അപ്പം ഞാൻ അത്രയും സ്ലോ ആയിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത ഹോൾസിൻ്റെ ഉള്ളിലൂടെ ഈ സാറ്റൻ കവേർഡ് ഹെയർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് രണ്ട് ഭാഗത്തുമാണ് വേണ്ടത്. അപ്പം അതേപോലെ തന്നെ ഒന്നുകൂടെ ഫെൽറ്റ് ഷീറ്റ് എടുക്കാം. എന്നിട്ട് അതേപോലെ രണ്ട് ഭാഗത്തും ചെറുങ്ങനെ ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇതും അതേ രീതിയിൽ തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ രണ്ട് ഭാഗത്തായിട്ടും നമ്മൾ ഫെൽറ്റ് ഷീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഫെൽറ്റ് ഷീറ്റ് വെക്കുന്ന സമയത്ത് രണ്ടും അടുപ്പിച്ച് വെക്കരുത്, കുറച്ച് അകലത്തിൽ വേണം കേട്ടോ വെക്കാൻ, എങ്കിലാണ് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി ഞാനിതിലേക്ക് ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് 7000 8000 ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല ഹീറ്റ് ആയതിന് ശേഷം പിന്നെ ഈ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് നമുക്കിത് പിന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതേ രീതിയിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. കുറഞ്ഞ സമയം കൊണ്ട് നമുക്കിത് മേക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ രണ്ട് ഭാഗത്തും നമ്മളിങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഈ പില്ലാക്കൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കുട്ടികളെ വെച്ചതൊക്കെ കാണാൻ. ഇതിൻ്റെ വേറെയും വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഹെയർ ബാൻഡിലല്ലാതെ ഹെയർ ബാൻഡിലൊക്കെ ചെയ്ത വീഡിയോസ് ഉണ്ട് കേട്ടോ. എൻ്റെ ചാനലിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെയും ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഞാനിത് സ്റ്റാറ്റസ് വെച്ച സമയത്ത് എനിക്ക് 4 ഓർഡർ കിട്ടിയിരുന്നു. അപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾക്ക് സെയിൽ ചെയ്യേണ്ടത് പിന്നെ 120 രൂപ 100 രൂപ അങ്ങനെയാണ് കേട്ടോ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ കുറയരുത്. പില്ലാക്കല്ലിന് റേറ്റ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മളും റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കസ്റ്റമറിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊരു കോമ്പ് വെച്ചിട്ട് ചെറുങ്ങനെ ഒന്ന് ചീവി കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നല്ല ഭംഗി ഉണ്ടാവും. കുട്ടികളെ ഹെയറിൽ വെച്ച് കൊടുത്താൽ തന്നെ ചീവി കൊടുത്താലൊക്കെ ഭംഗി ഉണ്ടാവും. അതുപോലെയൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കി നോക്ക് കേട്ടോ. കുറച്ച് വാങ്ങിയിട്ട് അപ്പോൾ ഇതിന് റേറ്റും ഞാൻ പറഞ്ഞുതരാം, ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ചീവി കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല പ്രസ് ചെയ്ത് ചീവേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഹെയർ ഇങ്ങനെ പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറുങ്ങനെ ഒന്ന് ചീവി കൊടുത്താൽ മതി. ഇത് നമുക്ക് ഷോപ്പുകളിലും കൊടുക്കാം, അതേപോലെ റീറ്റെയിലായിട്ടൊക്കെ സെയിൽ ചെയ്യാം കേട്ടോ. ഇതങ്ങനെ ആരെടുത്തും അധികം ഇല്ലാത്ത ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ ഇത് നിങ്ങളിൽ നിന്ന് എല്ലാവരും വാങ്ങാൻ ചാൻസ് ഉണ്ട്. ഫാൻസി ഷോപ്പുകളിലൊന്നും അധികം ഇത് കണ്ടുവരുന്നില്ല. അപ്പം നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ഫാൻസി ഷോപ്പുകളിലൊക്കെ കൊണ്ടു കൊടുത്താൽ എന്തായാലും കടക്കാർ വാങ്ങിക്കും. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഓർഡർ കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് കുട്ടികളെ ഹെയറിൽ വെച്ച് കൊടുക്കാം. ഇനി അപ്പം ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒന്നിൻ്റെ റേറ്റ് വരുന്നത് 28 റുപ്പീസാണ് കേട്ടോ. നല്ല മെറ്റീരിയൽസാണ്, നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസാണ്. അപ്പോൾ ഞാനിതിൻ്റെ റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. എല്ലായിടത്തും 28-ന് കിട്ടില്ല കേട്ടോ. അപ്പോൾ ജോഡിക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് 56 റുപ്പീസാണ്.
അപ്പം ഇതിന് ഞാൻ റേറ്റ് കുറച്ചതാണ് കേട്ടോ. ആദ്യം ഇതിലും റേറ്റിലായിരുന്നു സെയിൽ ചെയ്തത്. അപ്പോൾ എനിക്ക് വിലാക്കൽ കിട്ടാനുണ്ടായിരുന്നില്ല. ഇപ്പോൾ എനിക്ക് ഇത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ റേറ്റ് കുറച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആവശ്യമുള്ളവരൊക്കെ എൻ്റെ ഈ നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക്